കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ആലപ്പുഴ. ഈ ആലപ്പുഴയുടെ ഉയർച്ചക്കും താഴ്ചക്കും ഇടവരുത്തിയ ഒരു കടൽപ്പാലമാണ് ഈ കാണുന്നത്. ആലപ്പുഴ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മനോഹരമായ ഒരു കടൽ തീരമാണ് ആലപ്പുഴയിലുള്ളത്. ഈ മണൽ പരപ്പിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്ത ഒരു വലിയ യുദ്ധക്കപ്പലാണ്. 2 പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ നേവിയെ വിജയതീരം തൊടിയിച്ച മനോഹരമായൊരു യുദ്ധക്കപ്പൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ അസ്ഥിപഞ്ജരമായ ഈ കടൽപ്പാലത്തിൻ്റെ കാഴ്ചയിലേക്കാണ്. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഇരുമ്പ് പാലമാണിത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന രാജാ കേശവദാസാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. ഇതിൻ്റെ ആരംഭകാലത്ത് തടി കൊണ്ടുള്ള ഒരു കടൽപ്പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്രാരംഭഘട്ടത്തിൽ 700 അടി നീളത്തിലാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് 1862 ഏകദേശം 1000 അടിയോളം നീളത്തിൽ ഉരുക്ക് പാലമായി പുതുക്കി പണിതു. കപ്പലുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അറബികളും യൂറോപ്യരും അതുപോലെ ഗുജറാത്തികളും മറ്റും നിരന്തരമായി ചരക്കുകൾ കയറ്റിയിറക്കത്തിന് വേണ്ടി ഈ പാലം ഉപയോഗപ്പെടുത്തിയിരുന്നു. പഴയ കാലത്ത് പ്രതാപത്തോടെ നിലകൊണ്ടിരുന്ന ഈ ഉരുക്ക് പാലം പുതുതലമുറക്ക് സമ്മാനിക്കുന്നത് അസ്ഥിപഞ്ജരമായി മാറിയ കുറേ ഇരുമ്പ് പാളികൾ മാത്രമാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഈ ആലപ്പുഴ നഗരത്തിൻ്റെ ഉയർച്ചക്കും താഴ്ചക്കും കാരണമായ ഒരു കടൽ പാലത്തിൻ്റെ ഇന്നത്തെ ഈ ദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അവസ്ഥയിലാണ് ഇന്ന് ആലപ്പുഴയുടെ കടൽ തീരത്ത് ഈ കടൽ പാലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടം വരെയും ചരക്ക് വ്യാപാരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയ ഒരു കടൽ പാലം കൂടിയാണിത്. നല്ല പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുന്ന വേളയിലാണ് വിദേശ വ്യാപാരികൾ ഈ കടൽപ്പാലത്തെ കൈയൊഴിഞ്ഞത്, പിന്നീടൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത നാശത്തിലേക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.